പൂജപ്പുരയിൽ റോഡിനോട് ചേർന്നുള്ള ഈ കല്ല് ഇതെന്താണെന്ന് പോലും പലർക്കും അറിയില്ല. റോഡിൻ്റെയും നാടിൻ്റെയും വികസനത്തിന് വേണ്ടി വഴിമാറിയ ഈ കൂട്ടർക്ക് പറയാനുള്ളത് അധ്വാനത്തിൻ്റെ കഥയാണ്. ഒരു വെയിലത്ത് ദൂരത്തോട് മല്ലിട്ട് നടന്നവർ വിയർപ്പ് ചാലിട്ടൊഴുകിയ മുഖവുമായി ഇവിടെ എത്തുമായിരുന്നു. ഒരു കൈത്താങ്ങിന് പരസഹായമില്ലാതെ ചുമടിറക്കി വെച്ച് വിശ്രമിച്ച് പിന്നെയും യാത്ര തുടരും. ആ ഓർമ്മകളുടെ ബാക്കിയെന്നോണം ഇന്നും അവശേഷിക്കുന്നുണ്ട് ചുമട് താങ്ങികൾ, വീമ്പു പറയാതെ, വീരസ്യം വിളമ്പാതെ. വാസ്തവത്തിൽ ഇന്നലകളിലെ നമ്മുടെ നന്മയെ പറ്റിയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. അതായത് സഹജീവിയോടുള്ള അവരെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധ, അവരെ ചൊല്ലിയുള്ള ഒരു കരുതൽ, ഈ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് തങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ള ചെറിയ ഒരു സഹായം ചെയ്യണമല്ലോ എന്ന വിചാരം. ചരക്കുനീക്കം സുഗമമാക്കാൻ രാജാക്കന്മാരാണ് അത്താണികൾ സ്ഥാപിച്ചിരുന്നത്. നാട്ടുപ്രമാണിമാരും പലയിടത്തും പങ്കാളികളായി. ജന്മചരമദിന ഓർമ്മയ്ക്കായി അത്താണികൾ സ്ഥാപിച്ചിരുന്നുവെന്ന് കൊത്തിവെച്ച എഴുത്തുകൾ സൂചിപ്പിക്കുന്നു. പ്രസവിക്കുന്നതിന് മുൻപ് മരിച്ച ഗർഭിണികളുടെ ഓർമ്മയ്ക്കായും ചുമട് താങ്ങികൾ സ്ഥാപിച്ചു. കാലത്തിന്റെ സഹനം പേറി നിൽക്കുന്ന ചുമട് താങ്ങിക്ക് സഹായത്തിന് ആരുമില്ല. തിരുവനന്തപുരം വേട്ടമുക്കിലെ സത്രവും അതിനോട് ചേർന്നുള്ള ചുമട് താങ്ങിയും യഥാർത്ഥത്തിൽ ഒരു കാലത്ത് നമ്മുടെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായിരുന്നു ഇതെല്ലാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.